ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. കട്ട് പീസിൻ്റെ വീഡിയോയാണ്. കട്ട് പീസസ് തീർന്നോ ഇനി ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വരാൻ ഭയങ്കര താമസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഇത് വരുന്നത് റയോണാണ്. റയോണിൽ മിൽക്കി വൈറ്റ് ഷെയ്ഡിൽ ഇതാ ഇങ്ങനെ ഒരു ബുട്ട വർക്ക് വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. എല്ലാത്തിൻ്റെയും കട്ട് പീസിൻ്റെ അളവും റേറ്റും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വരുന്നത് കോറ കോട്ടണിലാണ്. കോറ കോട്ടണിൽ ഇതാ ഇങ്ങനെ സൺഫ്ലവർ വരുന്ന ഡിസൈൻ കേട്ടോ. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ്. ഓഫ് വൈറ്റ് മിൽക്കി വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. പിന്നെ ഇതിൽ ഒരു റെഡും വൈറ്റും ആണ് എംബ്രോയ്ഡറി വരുന്നത് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് റയോണിൽ തന്നെ അതാ ഇങ്ങനെ ലൈൻ പാറ്റേണിൽ എംബ്രോയ്ഡറി വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ഇതും റയോൺ ബുട്ടയാണ്. ഇതും മിൽക്കി വൈറ്റ് ഷെയ്ഡിൽ തന്നെ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. റയോണാണ് ഫാബ്രിക്. 44 ഇഞ്ചാണ് കേട്ടോ. എല്ലാ ഫാബ്രിക്കിൻ്റെയും വിഡ്ത്ത് 44 ഇഞ്ചാണ്. ഇത് വന്നിട്ട് നമ്മുടെ സോഫ്റ്റ് കോട്ടൺ ഹക്കോബയിൽ വരുന്നതാണ്. ഇത് ഇങ്ങനെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. അളവ് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്കിൽ വരുന്നത് കേട്ടോ. സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു ഫ്ലവർ പാറ്റേണിലിതും ഒരു ഫ്ലവർ പാറ്റേൺ എംബ്രോയ്ഡറി തന്നെയാണ്. ഇങ്ങനെ വരുന്നത് നിവർത്തി കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡിൽ സെയിം വർക്ക് തന്നെയാണ്. നമ്മൾ ബ്ലാക്കിൻ്റെ കണ്ട സെയിം വർക്ക് തന്നെയാണ്. ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ ആണ് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു. സോഫ്റ്റ് കോട്ടൺ. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ ആണ്. സോഫ്റ്റ് കോട്ടണിൽ വരുന്നു. ഇതിൻ്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എംബ്രോയ്ഡറി വരുന്നത് ഈ ഒരു പാറ്റേണിൽ കട്ട് വർക്ക് ഇങ്ങനെ വരുന്നു കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു യെല്ലോ മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതൊരു ഒരു ഡയമണ്ട് പാറ്റേൺ, ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെ വരുന്നു. കറക്റ്റ് കളർ കിട്ടുന്നില്ല, കുറച്ചുകൂടെ കളർ ഉണ്ട് കേട്ടോ. വൺ സൈഡ് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ ഇങ്ങനെ ആണ് അതിൻ്റെ പാറ്റേൺ ഡിസൈൻ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. ലൈറ്റ് ലാവൻഡർ ആണ്. സോഫ്റ്റ് കോട്ടണിൽ വരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് മെറൂൺ കളറിലാണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെ ഇത് മെറൂൺ കളറാണ് കേട്ടോ. ഒരു വൈൻ ഷെയ്ഡാണ് നമുക്ക് തോന്നുക. വൈനൊക്കെ ഉണ്ട്. കട്ട് പീസ് മെറൂൺ ഈ ഒരു കളറിലേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ധമാൻ എംബ്രോയ്ഡറി വരുന്നത് കേട്ടോ. നമുക്ക് ബോട്ടത്തിനൊക്കെ പറ്റുന്ന ടൈപ്പ്, ഇല്ലെങ്കിൽ ടോപ്പിനും എല്ലാം പറ്റുന്ന ടൈപ്പ് ഫാബ്രിക്. ഇത് 46 ഇഞ്ച് വിട്ട് വരുന്നുണ്ട് കേട്ടോ. 46 തോന്നുന്നത്. ഞാൻ വിട്ട് മെൻഷൻ ചെയ്യാവേ. നെക്സ്റ്റ് വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ, ഒരു ക്രീമി ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നത് ഈ ഒരു ഡിസൈനിൽ വരുന്ന ഫാബ്രിക് 44 ഇഞ്ച് വിട്ട് വരുന്നു കേട്ടോ. ഇങ്ങനെ സോഫ്റ്റ് ഫാബ്രിക്കാണ് കേട്ടോ. സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഫാബ്രിക്കാണ്. നെക്സ്റ്റ് ഒരു ലൈറ്റ് പിസ്ത ഷെയ്ഡിൽ വരുന്നു കേട്ടോ. കളവ് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ചുകൂടെ ഡാർക്ക് ഒരു ഗ്രീൻ, ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ക്ലോത്താണേ. ഇങ്ങനെ വരുന്നു. ഇതൊക്കെ ഫുട്ബോൾ ഡിസൈനാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ. നല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ്. നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിലേക്കാണ്. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നത് ഒരു ബർഗണ്ടി ഷെയ്ഡാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ചോക്ലേറ്റ് അല്ല, ഒരു ബർഗണ്ടി കളർ, ഒരു ഒനിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ഒനിയൻ പിങ്കും ഒരു ലാവൻഡറും ഒക്കെ കൂടി മിക്സിങ് വരുന്ന ഒരു കളറാണ് കേട്ടോ. ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് കളറിൽ ഇങ്ങനെ വരുന്നു. അത് ചില വശം ലാസ്റ്റ് വശം കുറച്ച് ഒരു വർക്ക് വരാത്ത വശമുണ്ട് കേട്ടോ. നമ്മൾ അളവിടുമ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഇടുക. ഇനി വരുന്നത് ഒരു യെല്ലോയിഷ് ചിക്കു ഷെയ്ഡാണ്. ചിക്കുവിൽ ഒരു യെല്ലോ കോംബോ കൂടെ വരുന്ന ഒരു ഫാബ്രിക് ഇങ്ങനെ വരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് വിസ്ത ഗ്രീൻ്റെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതും വിസ്തയാണ്. ഞാൻ ആദ്യം കാണിച്ചത് ഒരു വിസ്തയാണ്.
അതളവ് കുറവായിരുന്നു. ഇത് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ. നെക്സ്റ്റ് വരുന്നത് ലാവൻഡർ ഷെയ്ഡ്, പർപ്പിൾ ഷെയ്ഡ്, ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നു. നേരത്തേക്ക് ആരോ ഈ കളറിൻ്റെ കട്ട് പീസ് ചോദിച്ചതാട്ടോ, അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കട്ട് പീസ് ആയത് കേട്ടോ. അതാ ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ക്ലോത്താണ്, സ്കൈ ബ്ലൂ കളറ്. ഇങ്ങനെ ഇനി വരുന്നത് ഒരു സീ ഗ്രീൻ ആണ് കേട്ടോ. അക്വാ ഗ്രീൻ കളറിൽ വരുന്ന ഫാബ്രിക്കാണ്. ഇതാ ഇങ്ങനെ നല്ലൊരു അക്വാ ഗ്രീൻ കളറിലേക്ക് വരുന്നു. നല്ലൊരു കളറാണ് കേട്ടോ. വെള്ളയേറ് വരുമ്പോൾ കളറ് മാറി വരും. ഇനി വരുന്നത് റോയൽ ബ്ലൂ കളറിലാണ് കേട്ടോ. ഫുട്ബോൾ പാറ്റേണിൽ തന്നെ വരുന്നു റോയൽ ബ്ലൂ കളറാണ്. ഇങ്ങനെ ഓക്കെ. ഇനി നെക്സ്റ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ. ഓഫ് വൈറ്റ് കളറിൽ വരുന്നു ഇങ്ങനെ. ഓക്കെ, ഇനി ഇത് ഓനിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഓനിയൻ പിങ്ക് കളറിൽ വരുന്നു. നെക്സ്റ്റ് വരുന്നത് ഇത് ഡാർക്ക് വയലറ്റ്, ചെറിയ പീസാണ് കേട്ടോ. ഇത് 2-3 പീസ് ഉണ്ട്, ചെറിയ പീസാണ്. ഇങ്ങനെ വരുന്നു. ഇനി ഇത് പ്രിൻ്റഡ് അക്കോബയാണ് കേട്ടോ. യെല്ലോ കളർ ഷെയ്ഡിൽ വരുന്നു. ഇതിൻ്റെ ഒരു 4 മീറ്റർ, ഒരു 2.5 മീറ്റർ അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. 2.60 അങ്ങനെ എന്തോ ഉള്ളത്. 4 നല്ലത് തോന്നുന്നു, നോക്കട്ടെ, നോക്കിയിട്ട് പറയാം കേട്ടോ. പിന്നെ ചെറിയ പീസ് 1.5 മീറ്ററൊക്കെ ഉള്ള പീസ് അങ്ങനെയാണതുള്ളത്. അപ്പോൾ ഇങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നതിൽ ഒരേ ഒരു പീസേ ഉള്ളൂ കേട്ടോ. ഇത് 2.5 മീറ്ററാണ് വരുന്നത്. ഇങ്ങനെ ഇത് നമ്മൾ കട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ലാസ്റ്റ് എൻഡിൽ ചെറിയൊരു സ്റ്റിച്ച് പിടിക്കായുണ്ട്. അപ്പോൾ അങ്ങനെ കസ്റ്റമർക്ക് വേണ്ടി കട്ട് ചെയ്തതാണ്. നമ്മൾ പിന്നെ വേറെ അയച്ചു കൊടുത്തു. പിന്നെ ഈ ഒരെണ്ണം തന്നെ ബാലൻസ് വന്നത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാവേ. പെട്ടെന്നറിയാൻ പറ്റില്ല, നോക്കണം. എൻഡിങ്ങിലാണ് ഇത് വരുന്നത്. ഇതും നമ്മൾ ലാസ്റ്റ് ടൈം ഒരു റീസെൻ്റായിട്ട് കൊണ്ടുവന്ന കേട്ടോ. ഇതിൽ 2-3 കട്ട് പീസസ് ഉണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗമൊക്കെ വരുമ്പോഴേ നമുക്ക് പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഓഫറിലൊക്കെ ഇട്ടിട്ട് പിന്നെ ബാലൻസ് വന്നതാണ്. ഇങ്ങനെ നെക്സ്റ്റ് ഇതൊരു ഡിം വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെ വരുന്നു. ഇത് വന്നിട്ട് ഒരു ബ്ലൗസിനൊക്കെ ഉള്ളതേ ഉള്ളൂ, ഒരു 1.10 ഉള്ളൂ കേട്ടോ. പിന്നെ ബ്ലൗസിനൊക്കെ അന്വേഷിക്കാറുണ്ട്, അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ എടുക്കാം. നെക്സ്റ്റ് ഈ ഒരു ക്ലോത്ത് ഞാൻ ലാസ്റ്റ് ടൈം കാണിച്ചതാണ്, അപ്പോൾ ഇത് കിട്ടിയില്ല. 3 ക്ലോത്ത് അന്ന് കാണിച്ച സെയിം തന്നെ, അതെല്ലാം പോയി. ഇങ്ങനെ വരുന്നു. എല്ലാത്തിൻ്റെ അളവും റേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് ടൈം കാണിച്ച ഹക്കോബയിൽ, ടോപ്പ് ബോട്ടം ഹക്കോബയിലുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഈ ബോട്ടത്തിൻ്റെ പീസ് കുറച്ച് മാത്രം ബാലൻസ് വന്നു. നല്ല ക്ലോത്താണ് കേട്ടോ. ഒരു കുഞ്ഞ് ഫ്രോക്കൊക്കെ അടിക്കാനായിട്ട് നന്നായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റയോണിൽ മൾട്ടി ഡിസൈൻ വന്ന് സീക്വൻസ് വർക്കും ഒക്കെ വരുന്ന ഫാബ്രിക്. ഇത് നമ്മൾ ഏതോ ഒരു പ്രാവശ്യം ഓഫർ ഇട്ട് ഫുള്ള് തീർന്നായിരുന്നു കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ബ്ലൗസിനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇത് ക്യാമ്പ്രിക്കിൽ ജക്കാർഡ് വർക്ക് വരുന്ന ഫാബ്രിക്, മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്നു. ഇങ്ങനെ കേട്ടോ. ഇതൊക്കെ നമുക്ക് ബ്ലൗസിന് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. ടോപ്സിനൊന്നും ഉള്ള അളവില്ലേ. ഇപ്പോൾ ബ്ലൗസിനൊക്കെ എല്ലാവരും എടുക്കുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിച്ചത്. റേറ്റ് കുറവിൽ കിട്ടുമല്ലോ. ക്യാമ്പ്രിക്കിൽ തന്നെ വരുന്ന ജക്കാർഡ് വർക്ക് പീക്കോ ഗ്രീനാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിൻ്റെയൊക്കെ അളവ് വരുന്നത് 42 ഇഞ്ചസാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഐറ്റമായിരുന്നു. ഇത് ഒരു ബ്ലൗസിനുള്ള അളവേ ഉള്ളൂ കേട്ടോ.
വൈൻ കളറാണ് കേട്ടോ. ബ്ലൗസിനുള്ള പീസേ ഉള്ളൂ കേട്ടോ. ക്യാമ്പ്രിക് ജക്കാർഡാണ്. നെക്സ്റ്റ് വരുന്നത് കോറ കോട്ടണിൽ വരുന്ന റെഡ് കളർ കേട്ടോ. ഇത് 2 മീറ്റർ ആൻഡ് 2.40, പിന്നെ 1 മീറ്റർ, അങ്ങനെയാണ് ഇതുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഹാർട്ട് ഡിസൈൻ വരുന്നത് കോറ കോട്ടണിൽ വരുന്നത്. ഇത് വന്നിട്ട് 2.40, 2, പിന്നെ 2.60, പിന്നെ ഒരു 1.5, അങ്ങനെയൊക്കെയാണ്. ഇത് വരുന്നത് ഫുട്ബോൾ അക്കോബയിൽ വരുന്ന ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ. ഇലപ്പച്ച കളർ, ആ ഒരു കളറാണ് ആദ്യം കാണിച്ചപ്പോൾ അത് മറന്നു പോയതാണ് കേട്ടോ. 2 മീറ്ററും 2.40 വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്